അടുത്ത വീട്ടുകാരാ, 2 വീട്ടുകാരെ അറിയുന്നവരാ. ഈ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 30-ാം തീയതി ആയിരുന്നു. ഇപ്പം അവർ പിള്ളേർ മലേഷ്യയൊക്കെ ഇങ്ങനെ പോയിട്ട് ട്രിവാൻഡ്രത്ത് വന്ന് ഇറങ്ങിയിട്ട് 2 മോൻ്റെയും പപ്പമാർ തമ്മിൽ വിളിക്കാൻ വേണ്ടി പോയി. ഇങ്ങനെ സന്തോഷത്തിൽ വരുന്ന വഴിയില്ല ഈ സംഭവം കേട്ടത്. ഇങ്ങനെ വാർത്തയിൽ ഇങ്ങനെ കേട്ട് ഞങ്ങൾ എളുപ്പം ഇങ്ങനെ ഓടി എത്തുമായിരുന്നു. വലിയ സംഭവമായി പോയി. എങ്ങനെയാണ് നിങ്ങളുമായിട്ടൊക്കെ ഒരു ബന്ധമൊക്കെ എങ്ങനെയാണ് നിങ്ങളുമായിട്ടൊക്കെ ഒരു അടുപ്പം? ഞങ്ങൾ സ്നേഹബന്ധം, ഞങ്ങൾ അയലോക്കോ നാട്ടുകാരാണ്. അങ്ങനെ നല്ല 2 വീട്ടുകാർ നമുക്കറിയാവുന്നവരാ, നല്ല മനുഷ്യരാണ്. ഇങ്ങനെ സംഭവിച്ചതാണ്. ഇനിയിപ്പം മോൻ്റെ പപ്പ മസ്കറ്റിലായിരുന്നു അനേക നാളുകൾ, ചില വർഷങ്ങളായിട്ട് നാട്ടിൽ നിന്ന് സെറ്റിലായിട്ട്. മറ്റേ മോയുടെ പപ്പ പട്ടാളക്കാരനായിരുന്നു. ഇങ്ങനെ ഇപ്പോൾ ഏതായാലും നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ആംബുലൻസിൻ്റെ അകത്തേക്ക് അവരുടെ ബന്ധുക്കളൊക്കെ തന്നെ കയറിയിട്ടുണ്ട്. ഉടൻ തന്നെ പോലീസിൻ്റെ നേതൃത്വത്തിൽ പോലീസും കൂടെ ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ആംബുലൻസ് ഉടൻ തന്നെ ഇവിടെ നിന്നും പോകും. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി നടപടിക്രമങ്ങൾ നടക്കുക. അവിടെ 2 മൃതദേഹങ്ങൾ എത്തിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ അവിടെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ആളുകളോട് സംസാരിച്ചപ്പോൾ അവിടെ മൃതദേഹങ്ങൾ എത്തിയിട്ടുണ്ട്, പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കയറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇനി ഏതായാലും താമസമില്ല. ഡ്രൈവറും പോലീസും അതോടൊപ്പം തന്നെ ബന്ധുക്കളും എല്ലാം ആംബുലൻസിനകത്തേക്ക് കയറി. അങ്ങനെ 3ാമത്തെ ആംബുലൻസും കോന്നി താലൂക്ക് ആശുപത്രിയിൽ നിന്നും അല്പസമയത്തിനകം അത് പുറപ്പെടുകയായി. ഇനി ഏതായാലും പോസ്റ്റ്മോർട്ടമാണ് നിർണായകമായ ഒരു നടപടി. അതോടൊപ്പം ഇനി സംസ്കാരത്തെ പറ്റിയുള്ളൊരു അന്തിമ തീരുമാനമൊക്കെ എടുക്കേണ്ടതുണ്ട്. അതിന് നിഖിലിൻ്റെ സഹോദരിയും അതോടൊപ്പം സഹോദരിയുടെ ഭർത്താവുമൊക്കെ തന്നെ വരേണ്ടതുണ്ട്. അവർ അടുത്ത സമയത്താണ് ഇവിടെ നിന്നും വിദേശത്തേക്ക് പോയത്. 2 ദിവസമേ ആയിട്ടുള്ളൂ. ഉടൻ തന്നെ ഇങ്ങനെ ഒരു വരവ് അവരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെ അതീവ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു സമയം തന്നെ ആണ്. കാരണം ഇത്തരം അപകടങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അതീവ ദൗർഭാഗ്യകരമായ കാര്യമാണ്. അല്പം റോബിൻ വിശ്വ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മരണം അപ്രതീക്ഷിതമായി കടന്നു വരികയാണ് എന്ന് പറയുമ്പോഴും ഈ അപ്രതീക്ഷിത കടന്നുവരവ് എന്തുമാത്രം ആഘാതമാണ് ഓരോ മനുഷ്യരിലും ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് മോചിതരാവാൻ ഇവർക്ക് എത്ര കാലങ്ങൾ വേണ്ടി വരുന്നു. അവരത്രയും കാലം കടന്നു പോകുന്ന ദുരിതം, മാനസികമായ സംഘർഷം, ഇതൊക്കെയും ആലോചിച്ചു പോവുകയാണ് ഈ സന്ദർഭത്തിൽ. 2 വീടുകളിലെ ആൾക്കാരാണ്, പക്ഷേ അവരൊരു കുടുംബമായി മാറിയിരിക്കുന്നു. ദിവസങ്ങൾക്ക് മുൻപ് നിഖിലിൻ്റെയും അനുവിൻ്റെയും വിവാഹത്തോടുകൂടി അത് ഒരു കുടുംബമായി മാറിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു കുടുംബത്തിലെ 4 പേരെ ഒരുമിച്ച് നഷ്ടമായതിൻ്റെ ദുഃഖത്തിലാണ് ബന്ധുക്കളെല്ലാം ഉള്ളത്. പ്രദേശവാസികളും ഒരേ പള്ളിക്ക് കീഴിൽ വരുന്നവർ, വിശ്വാസികൾ, ഇടവകക്കാരെല്ലാവരും ഉണ്ട്. ഒപ്പം ആശുപത്രിയിലും പരിസര പ്രദേശങ്ങളിലും അപകട സ്ഥലത്തുമൊക്കെ തടിച്ചുകൂടിയത് ഇവരെല്ലാമാണ്. എല്ലാവരും തമ്മിൽ അറിയുന്നവരാണ്. വിവാഹത്തിൽ പങ്കെടുത്ത ശേഷമാണ് ഇപ്പോഴിതാ ഈ മരണത്തിലും പങ്കെടുക്കേണ്ടി വരുന്നത് എന്ന് MLA യും നേരത്തെ പങ്കുവയ്ക്കുകയുണ്ടായി. വല്ലാത്തൊരു ദുരവസ്ഥയാണ് അത്.